കണ്ണടിച്ചിട്ട് ഉറക്കം വരാതെ നിൽക്കുമ്പോഴാ അവള് കൂർക്കം വലിച്ച് ഉറങ്ങുന്നേ. എങ്ങനെയാണ് ഇതിന്റെ കഴിയുന്നേ? അവളെ ഉറക്കത്തിന് വിളിക്കുന്ന നേരം രണ്ടക്ഷരം പഠിച്ചാലേ നാളെ പരീക്ഷയ്ക്ക് 10 മാർക്ക് എക്സ്ട്രാ വാങ്ങാം. എന്തായാലും നോക്കിയിരുന്നേ, പഠിക്കാൻ നോക്ക് പിള്ളേരെ. നിങ്ങൾ എല്ലാവരും പഠിക്കുന്നുണ്ട് ചെക്ക് ചെയ്യാനേ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നേ. പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അമ്മമാരുടെ എല്ലാം പറഞ്ഞു കൊടുക്കും. ഞങ്ങൾ പഠിക്കുന്നുണ്ട് ചേച്ചി. പഠിക്ക് പഠിക്ക്. ഞാൻ അമ്മനെ വിളിക്കണോ? ഇത്രയും നേരം പഠിച്ചിട്ടില്ല, ഉറങ്ങുമായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കട്ടെ? ചേച്ചി ടോണ്ടു ടോണ്ടു എന്നെ എണീറ്റ് പഠിക്കടി, പഠിക്കാന്. ചേച്ചി ഞാൻ നല്ല സ്വപ്നം കാണുന്നു. ആ സ്വപ്നം പൂർത്തിയാക്കിയിട്ട് ഇരുന്ന് പഠിച്ചാ പോരെ? പാർവതി എന്ത് സ്വപ്നം കണ്ടേ? പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വാങ്ങി സ്കൂളിൽ ടോപ്പറായി. എന്നിട്ട് അസംബ്ലിക്ക് എല്ലാവരും മുന്നിൽ വെച്ചിട്ട് എനിക്ക് കപ്പ് തരാൻ നിൽക്കുമ്പോഴാ ഈ ദുഷ്ടത്തി ചേച്ചി വെച്ചേ. വല്ലാത്ത സ്വപ്നയിലെ പാർവതി ഇംഗ്ലീഷിൽ മുട്ട കിട്ടി ഓംലെറ്റ് ഉണ്ടാക്കുന്ന ഓർക്കാണ് സ്കൂളിൽ ടോപ്പർ അവാർഡ്. നമ്മളൊക്കെ പൊതുക്കാര് പൊതപ്പ് ഉപയോഗിക്കല് ഓള് ബുക്കും കൊണ്ട് പൊതിച്ചിടേ. എടാ സുലൈമാനെ, ഒരു ബുക്കത്തെ നോട്ടിൽ കൂടെ തലയിൽ കൂടി മറ്റേ ബുക്കത്തെ നോട്ടിൽ അവള് വയറ് കൂടി വലിച്ചെടുക്കാന്ന് തോന്നുന്നത്. ഞാൻ പ്രിൻസിപ്പളെ കയ്യിൽ നിന്ന് കപ്പ് വാങ്ങാൻ പോവാ. ആരും ശല്യപ്പെടുത്തല്ലേ. എല്ലാരും നിശബ്ദരായി സൈലന്റ് ആയി പഠിക്കൂ. ഉറങ്ങിക്കോ, കൂത്ത് വിളിച്ച് നന്നായിട്ട് ഉറങ്ങിക്കോ. എന്റെ ക്ലാസ്സിൽ എല്ലാരും നല്ല മാർക്ക് കൊടുത്തേക്കും. നീ മാത്രം തോറ്റി തൊപ്പിട്ട് ചമ്മിയിരിക്കും. അമ്മുകുട്ടി ആമിക്കുട്ടി സുലൈമാൻ മൂത്തെല്ലാം 5ാം ക്ലാസ്സിൽ പോകുമ്പോ നീ 4ാം ക്ലാസ്സിൽ തോറ്റിരുന്നോ? ഡോണ്ട് വറി ശിവേച്ചി, എന്റെ കൂടെ 4ാം ക്ലാസ്സിൽ തോറ്റിരിക്കാൻ സുലൈമാൻ ഉണ്ടാകും. അപ്പൊ പാർക്കുട്ടി പറഞ്ഞില്ലേ സുലൈമാനൊക്കെ എപ്പോഴേ നന്നായി. ഓളെപ്പോലെ കിടന്നുറങ്ങില്ല. സുലൈമാനും മോട്ട് വൈകുന്നേരം മുതൽ തുടങ്ങി കമ്പൈൻ സ്റ്റഡിയാ, ഇതുവരെ നിർത്തിയിട്ടില്ല. ഇടി പാർക്കുട്ടി, ഞാൻ കുറേ ആലോചിച്ച് തെങ്ങിന്റെ മണ്ടയിൽ എത്തിയപ്പോഴാണ് ഇക്കൊരു ബോധോദയം ഉണ്ടായത്. എടി പിന്നെ ബോധോദയം നമ്മൾ തലന്റെ ഉള്ളിൽ സൂര്യൻ ഉദിച്ചു വരൂലേ, ആ ഉദയം തന്നെ. നമ്മൾ ഇങ്ങനെ നടന്ന പോരടി നന്നാവണേ. നടക്കാൻ പാടില്ല. പഠിച്ചാൽ എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുള്ളൂ. നമ്മൾ പഠിച്ച് 10ാം ക്ലാസ് പാസ്സാവണം. 10ാം ക്ലാസ് പാസ്സായിട്ട് +2 പാസ്സാവണം. എന്നിട്ട് നമ്മൾ കോളേജ് പാസ്സാവണം. എന്നിട്ട് നമ്മൾ നല്ലൊരു പണി കണ്ടുപിടിക്കണം. ഇനിയാണ് ഇങ്ങോട്ട് പോയി. പണി ആയാലേ നാട്ടുകാരും വീട്ടുകാരും നമുക്ക് പെണ്ണെട്ടിച്ചുള്ളൂ. അങ്ങനെ പെണ്ണും കെട്ടി കുട്ടികളായി വലിയ വീടും വെച്ച് കാറും വാങ്ങി ജീവിക്കണം. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. ഇപ്പൊ എനിക്കൊരു മോട്ടിവേഷൻ ആയില്ലേ, ഇത് പഠിച്ചോട്. അപ്പൊ നമ്മൾ പെണ്ണ് കെട്ടാനാണോ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കണേ? അപ്പൊ ഇത്രയും നേരം മോട്ടിവേഷൻ കൊടുത്ത് ഞാൻ ആരേ? സഫിയ. എടി പെണ്ണെ, പഠിച്ചാലേ നമുക്ക് പണി കിട്ടും. പണി കിട്ടിയാലേ നമുക്ക് പെണ്ണ് കിട്ടും. വെരി സിമ്പിൾ. എടാ സുലൈമാനെ, എല്ലാരും പാട്ടല്ലോ. ശരിയാണല്ലോ. പഠിക്കണം, പണി വാങ്ങണം, പെണ്ണ് കെട്ടണം. അപ്പൊ പാടില്ലേ പ്രശ്നക്കാരൻ? എടാ ആ പ്രശ്നത്തിലുണ്ടൊരു പാ. അറിയാതെ നോക്കണട്ടാ. ഓലമ്മമാരോട് പറഞ്ഞോളൂ. മോട്ടു ഓളെ ഞാൻ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇജ്ജ് പറഞ്ഞു തുടങ്ങിക്കോ. എടി പാർക്കുട്ടി, 2 കോപ്പി എന്റെ കൊമ്പ് മുടിന്റെ ഉള്ളിൽ വെക്കണട്ടാ. ആരും കാണൂലേ. ഒരു 5 ട്രൗസറിന്റെ ഉള്ളിൽ വെച്ചോട്ടെ. പറഞ്ഞിരടി പെണ്ണ്, എനിക്കിന്റെ വിശ്വാസല്ലേ? ആഹാ, പാർക്കുട്ടി സുലൈമാന്റെ മോട്ടിവേഷൻ കേട്ട് നന്നായല്ലോ. അത് കേട്ടപ്പോ എനിക്കൊരു ബോധോദയം വന്നു ചേച്ചി. ഇപ്പൊ ഞങ്ങൾ 3 കമ്പൈൻ സ്റ്റഡി ചെയ്യുവാ. അല്ല സുലൈമാനെ? അതെ അതെ. ചേച്ചി സംസാരിച്ചിരുന്ന സമയം പോകുള്ളൂ. ഞങ്ങൾക്ക് ഇനിയുണ്ട് കുറെ എഴുതിയെടുക്കാൻ. എഴുതിയെടുക്കാനാ? എടാ സുലൈമാനെ, നീ പാർക്കുട്ടിയെല്ലാം കൊളാക്കോ. ഇവളൊക്കെ ഞങ്ങളുടെ കമ്പൈൻ സ്റ്റഡിക്ക് കൂട്ടി ഞങ്ങളാണ് ആദ്യം തല്ലാന്. അതെ ചേച്ചി, ഞങ്ങൾ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയിട്ട് പഠിക്കുന്നേ. അങ്ങനെ പെട്ടെന്ന് പഠിയത്തില്ലേ? ആഹാ, അത് നല്ല ഐഡിയ പാർക്കുട്ടി. അപ്പൊ പെട്ടെന്ന് മറക്കത്തുമില്ല. ഞങ്ങൾ 3 നല്ല ഐഡിയ കൂടി പഠിക്കണം ചേച്ചി. വെരി ഗുഡ്. സുലൈമാന്റെ കൂടെ കൂടി പാർക്കുട്ടി നന്നായല്ലോ. എല്ലാവരും മിണ്ടാതിരിക്കോ, എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഓ
പഠിത്തക്കാരി. പാവം പിള്ളേര് എപ്പോ തുടങ്ങിയ പഠിപ്പാ, പഠിച്ച് പഠിച്ച് ക്ഷീണിച്ചിട്ടുണ്ടാകും. എന്റെ പാറക്കുട്ടി വന്നത് പഠിക്കുന്നുണ്ടാവോ? എവിടുന്ന് പഠിക്കാൻ ബുക്കെടുത്ത് കൂർക്കം വിരിച്ച് ഉറങ്ങുന്ന പെണ്ണാ. പാസ്സാവാനുള്ള മാർക്കെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ആ പെണ്ണിന്. പിള്ളേർക്ക് കുറച്ച് ചായ കൊണ്ടുകൊടുക്കാം, ക്ഷീണൊക്കെ മാറട്ടെ. മക്കളെ, ഒന്നിന്റെ ഒച്ചി ബഹളൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇനി ആ പാറക്കുട്ടി എല്ലാത്തിനും പിടിച്ച് ഉറക്കിയാവോ? മക്കളെ മക്കളെ മക്കളെല്ലാരും പഠിച്ച് ക്ഷീണിച്ചോ? ഇനി ചായ കുടിച്ചിട്ട് ബാക്കി പഠിച്ചാ മതിയേ. എന്താ നമ്മൾ ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാൻ ചായ കൊണ്ട് വന്നേ? ആ ചായ കുടിക്കുന്ന ടൈം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്ര ഇമ്പോർട്ടന്റ് ടോപ്പിക് എഴുതി എടുക്കാന്നറിയോ? ഞങ്ങൾ പഠിക്കാൻ പിള്ളേരുടെ ബുദ്ധിമുട്ട് നമ്മമാർക്ക് അറിയണ്ടല്ലോ. ഓരോ ടൈമും വിലപ്പെട്ടതാണമ്മ. അവ ചായ കൊണ്ട് പോയേ, ഞങ്ങൾ ടൈം വേസ്റ്റ് ആക്കില്ലേ? ദൈവമേ, ഇത് എന്റെ പാറക്കുട്ടി തന്നെയാണോ? ഇവളെപ്പോഴാ നന്നായേ? എടി പാറക്കുട്ടി, അമ്മ ഏതായാലും ചായ കൊണ്ട് വന്നല്ലേ, നമുക്ക് ചായ കുടിച്ചിട്ട് എഴുതാൻ പോരടി. എടാ നീ ആ ഇമ്പോർട്ടന്റ് ടോപ്പിക് എഴുതാൻ നോക്കിക്കേ. നാളെ കഷ്ടപ്പെട്ട് കോപ്പി എടുത്ത് ജയിക്കാനുള്ളതാ. ദൈവമേ, എനിക്കത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്റെ പാറക്കുട്ടി ബുക്ക് തീർന്ന് പഠിക്കുന്നു. ആദ്യമായിട്ട് ഈ കാഴ്ചകൾ കാണുന്നേ. ഇനി വല്ല സ്വപ്നമാണാവോ? എന്താണ് നീല ഒറ്റയ്ക്കിരുന്നൊരു വർത്താനം? ആ സൈനു ഉഷേ, ഇന്ന് എപ്പോഴാണ് വന്നേ? ഇലോ പിള്ളേര് പഠിക്കുവാണോ അത് കളിക്കുവാണോ? എന്റെ ഉഷ അതിശയാടി, പാറക്കുട്ടി ബുക്ക് തീർന്ന് പഠിക്കാൻ തുടങ്ങി. അപ്പന്റെ സുലൈമാൻ എന്താ കാട്ടുന്നത്? സുലൈമാൻ മോട്ട് പാറക്കുട്ടി കമ്പനി തന്നെയാടി, നന്നായിട്ട് പഠിക്കുന്നുണ്ടേ. ആ എന്റെ പ്രാർത്ഥന പഠിച്ചു കേട്ട്. ആ ചെക്കൻ 4ാം ക്ലാസ്സിൽ ഇന്ന് തോറ്റാലേ ഉപവാസത്തിലാണേ. അവര് തോൽക്കത്തൊന്നുമില്ലടി, നന്നായിട്ട് പഠിക്കണ്ടേ. ഞാൻ പിള്ളേരുടെ ക്ഷീണൊക്കെ മാറിക്കോട്ടെ എന്ന് കരുതി ചായയായിട്ട് റൂമിൽ പോയപ്പോഴേ പാറക്കുട്ടി പറയാനേ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യല്ലേ, പഠിക്കട്ടേന്ന്. അവൾ എന്നോട് പറയണേ ചായ കുടിക്കുന്ന ടൈം കൊണ്ട് എത്ര ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പഠിക്കാന്ന്. സത്യാണോടെ? അതെന്നെ സൈനു, അത് കേട്ടപ്പോ ഞാനങ്ങ് അതിശയിച്ചു പോയി. ഇലോ എന്നാ ഞങ്ങൾ പിള്ളേരെ കൂട്ടി പോവാ, സമയം 10 മണി കഴിഞ്ഞില്ലേ? സുലൈമാനെ, ആമിക്കുട്ടി, പിള്ളേരെ പഠിച്ചതൊക്കെ മതി, നേരെ എത്രയാണെന്ന് വിചാരം, ഇങ്ങോട്ട് പോരെ. സുലൈമാനെ, ആമിക്കുട്ടി, സുലൈമാനെ, അന്റെ ഉമ്മച്ചി വന്നിട്ടുണ്ട്. അമ്മുക്കുട്ടി, ഞാനിവിടെ ഉണ്ടമ്മ. പഠിച്ചത് മതി, വീട്ടിലേക്ക് പോരെ. ബൈ പാർക്കുട്ടി, ബൈ ശിവജി, ബൈ മോട്ടു, ബൈ. അമ്മ വിളിക്കുന്നു, ഞാൻ പോവാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അമ്മുക്കുട്ടി. ഞാനും പോവാ, പരീക്ഷയ്ക്ക് കാണട്ടാ. ബൈ പാർക്കുട്ടി, കാക്കോച്ചി വരുന്നില്ലേ? എടാ മോട്ടു, കോപ്പി എഴുതിയിട്ട് എടുത്തിട്ടില്ലേ? എടുത്തിട്ടുണ്ടടാ. പാർക്കുട്ടി, ഇത് നാളെ സ്കൂളിൽ നേരത്തെ വരൂണ്ടി. നമ്മുടെ കമ്പനി സ്റ്റേറ്റ് കുറച്ച് ഡൗട്ട് ഒക്കെ പറഞ്ഞു തരണ്ടേ? ഓക്കേടാ, സെറ്റ്. അമ്മേ പോവാ. അമ്മുക്കുട്ടി, ബുക്കും പെണ്ണെല്ലാം എടുത്തില്ലേ? ഒന്നും മറന്നിട്ടില്ലല്ലോ? ഏയ് ഇല്ലമ്മ, എല്ലാം എടുത്തിട്ടുണ്ട്. എടി പെണ്ണേ, അത് കാക്കോടെ സുലൈമാനെ. ഇമ്മച്ചേ, കാക്ക മോട്ട് കൂടി കുടിക്ക് നടന്നിട്ടുണ്ട്. ഓൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഡിസ്കസ് ചെയ്യാനത്രേ. സുലൈമാൻ എന്നോട് വാക്ക് തന്നിക്കണേ, ഇപ്രാവശ്യം ഓൻ എന്തായാലും ക്ലാസ്സിൽ ഫസ്റ്റ് പഠിക്കുന്നു. അതിന് വേണ്ടിയുള്ള കഷ്ടപ്പാടാക്കരുത്. നീലു, ഇന്ന് ഞങ്ങൾ ഇറങ്ങാട്ടാ. പക്ഷേ സൈനോ, പിള്ളേർക്ക് ഉണ്ടാക്കി ചായ ഉണ്ടേ, അത് കുടിച്ചിട്ട് പോവാടി. ആടടി നീലുക്ക് നേരെ എന്റെ സുലൈമാൻ കുറെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട്. ഓർക്ക് ഇതൊന്നും ശീലില്ലാത്ത പരിപാടിയല്ലേ. ഓനാകെ തളർന്നിട്ടുണ്ടോ? കുറച്ച് മുട്ട പുഴുങ്ങിയതും നേന്ത്രപ്പഴം പുഴുങ്ങിയതും ബൂസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കണടി. ശരി ശരി, നീ പോയിക്കോ. മക്കളെ നടക്കേ. എടി നീലു, ആ മുന്നത്തെ വാതിൽ നേരം പോലെ കൂട്ടിയിട്ടാ, ഇപ്പൊ കുറുവാസൊക്കെ ഉള്ളതാ. ശരിടി. എടാ, അപ്പോഴേക്ക് കുരിപ്പ് ഉറങ്ങിയോ? പാവ പാർക്കുട്ടി, പഠിച്ച് തളർന്നിട്ടുണ്ടാവും. a plus b whole square is equal to a square plus b square plus 2ab.